വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം ചോദിച്ച ശേഷം ഭേദഗതി ബിൽ കൊണ്ടുവരാനാണ് സർക്കാർ ആലോചിക്കുന്നത്. ന്യായാധിപ നിയമനത്തിന് നിലവിലുള്ള കൊളീജിയം സംവിധാനത്തോട് ബിജെപിക്കൊപ്പം എതിർപ്പുള്ള പാർട്ടികളാണ് ബിഎസ്പി, സിപിഐ, ജെഡിയു, ആർജെഡി, ബിജു ജനതാദൾ തുടങ്ങിയവരും. ലോക്സഭയിൽ ബിൽ പാസാക്കാൻ സർക്കാരിന് പ്രയാസമുണ്ടാകില്ല. രാജ്യസഭയിൽ ബിൽ പാസാക്കിയെടുക്കാൻ കോൺഗ്രസുമായി സർക്കാർ ചർച്ച നടത്തി. ബിൽ സഭയിൽ ചർച്ച ചെയ്യാൻ ഓഗസ്റ്റ് 11 മുതൽ 14 വരെയുള്ള ദിവസങ്ങളിലേതെങ്കിലുമാവും ഉപയോഗിക്കുക. ദേശീയ ന്യായാധിപ നിയമന കമ്മീഷൻ ബില്ലിൽ ഭേദഗതി വരുത്തുന്നതിന്റെ ഭാഗമായി ജൂലൈ മാസത്തിൽ നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് ഉന്നതതല യോഗം വിളിച്ചിരുന്നു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ കൊളീജിയം സംവിധാനം ഒഴിവാക്കുന്നതിലെ എതിർപ്പും അഭിപ്രായങ്ങളും ആരാഞ്ഞ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നിയമമന്ത്രി കത്തയച്ചു. സർക്കാരിന്റെ നിലവിലെ ബില്ലനുസരിച്ച് ദേശീയ ന്യായാധിപ നിയമന കമ്മീഷനിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, സുപ്രീം കോടതിയിലെ മുതിർന്ന 2 ജഡ്ജിമാർ, കേന്ദ്ര നിയമമന്ത്രി, മറ്റ് 2 വിദഗ്ധർ തുടങ്ങിയ 6 അംഗ കമ്മീഷനാണ് ഉണ്ടാവുക. പുതുതായി കൊണ്ടുവരാനിരിക്കുന്ന ഭേദഗതിയിൽ കമ്മീഷനിലെ വിദഗ്ധരിൽ ഒരംഗം SC, ST, OBC, ന്യൂനപക്ഷം, വനിത എന്നിവരിൽ നിന്നാവണം. ഇവരുടെ കാലാവധി 3 വർഷമായിരിക്കും. ഇവരെ തെരഞ്ഞെടുക്കുക പ്രധാനമന്ത്രിയും ചീഫ് ജസ്റ്റിസും പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ വലിയ പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവും ചേർന്നാണ്. ബില്ല് നിയമമായാൽ പിന്നീട് 3/1 ഭൂരിപക്ഷത്തോടെ ഭേദഗതി വരുത്താനാവൂ. കമ്മീഷൻ അംഗങ്ങളിൽ 2 ആളുകൾ ജഡ്ജി നിയമനത്തെ എതിർത്താൽ നിയമനം നടത്താനാവില്ലെന്ന ഭേദഗതിയും ബില്ലിലുണ്ട്. ലിജോ വർഗീസ്, മീഡിയ 1, ഡൽഹി.